ദ ബോയ് ആൻഡ് ദ ഹെറോൺ. മാഹിത്തോ എന്ന ക്യാരക്ടറിന്റെ ഒരു സറിയൽ യാത്രയാണ് ആ നാട്സുക്കോനെ തേടിയിട്ട്. ഈ സറിയൽ യാത്ര എന്ന് കേൾക്കുന്നതിന് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലക്സ് ആൻഡ് ഇമാജിനേറ്റീവ് യാത്രയായിരിക്കും. ഈ ഗിബ്ലി മൂവീസ് കണ്ടില്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം കുറച്ച് പേഷ്യൻസ് ടെസ്റ്റിംഗ് ആൻഡ് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കാം. സോ കാണാൻ പോണതിന് മുന്നേ ഈ ഹായോ മിയാസാക്കി എന്ന റൈറ്റർ ഡയറക്ടർ ആരാന്നും അവരുടെ കുറച്ച് 2-3 പ്രീവിയസ് വർക്ക്സിലും കണ്ടു വേണം പോവാൻ. 83-ാം വയസ്സിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നമ്മൾ ശരിക്കും ഞെട്ടും. എന്ത് എളുപ്പമായിട്ടാണ് നമ്മളെ ഹായോ മ്യൂസിക് ആളുടെ ലോകത്തോട്ട് നമ്മൾ അബ്സോർബ് ചെയ്യണത്. പിന്നെ വി ആർ പാർട്ട് ഓഫ് ദാറ്റ് വേൾഡ്. നറേഷൻ ഫുൾ ഓഫ് സർപ്രൈസസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ബോർ ആവാൻ തീരെ ചാൻസ് ഇരുന്നില്ല. നമുക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറെ ഗസ് ചെയ്യിപ്പിക്കും. ഹി വിൽ ഈസിലി പ്ലേ വിത്ത് ദ മൈൻഡ്സ്. പിന്നെ നമുക്ക് ഇത്രയും അബ്സോർബ് ആവാൻ വേറൊരു വലിയ റീസൺ ഇതിന്റെ ആനിമേഷനാണ്. ഇതിന് ആ പേസ്റ്റൽ കളേഴ്സും പിക്ചറൈസേഷൻ ഔട്ട്സ്റ്റാൻഡിനെ കുറച്ചൊന്നും പറയില്ല. അത്രയും വിഷ്വലി സ്റ്റണ്ണിങ് ആൻഡ് പീസ്ഫുൾ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്ട്രക്ക് ആയിട്ടിരിക്കും. മ്യൂസിക് ഒരു അത്ഭുതം തന്നെ. ജോ ഹിസാഷി തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഡയറക്ടറിന്റെ മെയിൻ ആളാണ്. ഒരു മാസ്റ്റർ പീസ് ഓർക്കസ്ട്ര മ്യൂസിക്കൽ വർക്കാണ് ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഫസ്റ്റ് ഹാഫ്, ബട്ട് അതിന്റെ എല്ലാ ആൻസേഴ്സും സെക്കൻഡ് ഹാഫിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഹായോ മ്യൂസിക് തരുന്നുണ്ട്. നല്ല ഫോക്കസോടെ വേണം കാണാൻ. പിന്നെ സറിയൽ മൂവീസിന്റെ ഒക്കെ ഫാൻ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. ഓവറോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ വർക്കാണ് ബൈ ജാപ്പനീസ് മാസ്റ്റർ ആനിമേറ്റർ ഹായോ മിയാസാക്കി. വേറൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ലാസ്റ്റ് മൂവി കൂടിയാണത്.